ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയവഴിയെ തിരിച്ചെത്താൻ ലോക ചാമ്പ്യന്മാരായ അർജന്റീന കളത്തിലിറങ്ങുന്നു. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ പെറുവാണ് എതിരാളികൾ. നാളെ രാവിലെ 6:15 ബ്രസീൽ യുറുഗ്വേ വമ്പൻ പോരാട്ടവും നടക്കും. പരാഗ്വയ്ക്കെതിരായ തോൽവിയുടെ ഞെട്ടലാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീന. മത്സരഫലത്തേക്കാൾ മെസ്സിപ്പട വിമർശിക്കപ്പെട്ടത് മോശം കളിയുടെ പേരിൽ. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിലെ അർജന്റീനയുടെ ഏറ്റവും മോശം പ്രകടനമെന്ന് സ്വന്തം ആരാധകർ പോലും പറയുന്നു. വിജയങ്ങളിൽ മതിമറക്കാതിരിക്കാൻ ഇടയ്ക്കൊരു തോൽവി നല്ലതെന്നും ആൽബി സെലസ്റ്റകളുടെ സ്വയം വിമർശനം. അവസാന 67 കളികളിൽ 3 എണ്ണത്തിൽ മാത്രമാണ് അർജന്റീന തോറ്റത്. തോൽവിയേക്കാൾ ട്രോഫികൾ ഇക്കാലയളവിൽ അർജന്റീന നേടി. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ 1-ാം സ്ഥാനം നിലനിർത്താൻ പെറുവിനെതിരെ ജയം അനിവാര്യമാണ് മെസ്സിപ്പടയ്ക്ക്. നിലവിൽ 22 പോയിന്റുമായി ഒന്നാമതുള്ള അർജന്റീനയ്ക്ക് തൊട്ടുപിന്നിലായി 19 പോയിന്റുമായി ഉറുഗ്വേയും കൊളംബിയയുമുണ്ട്. നായകൻ ലിയോണൽ മെസ്സി തന്നെയാണ് അർജന്റീനയുടെ കരുത്ത്. മെസ്സി ഇറങ്ങിയ ഒറ്റക്കളിയിൽ പോലും പെറുവിനെതിരെ തോറ്റിട്ടില്ല അർജന്റീന. 3 ഗോളും 1 അസിസ്റ്റുമായി പെറുവിനെതിരെ മികച്ച റെക്കോർഡുണ്ട് മെസ്സിക്ക്. മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനും നിർണായക പോരാട്ടം. എന്നാൽ കരുത്തരായ ഉറുഗ്വേക്കെതിരെ കാര്യങ്ങൾ എളുപ്പമാകില്ല. ക്ലബിലെ പ്രകടനം വിനീഷ്യസ് ജൂനിയറിന് ദേശീയ കുപ്പായത്തിൽ ആവർത്തിക്കാനാവാത്തതാണ് കാനറുകളുടെ പ്രധാന പ്രശ്നം. കഴിഞ്ഞ കളിയിൽ വിനീഷ്യസ് പെനാൾട്ടി പാഴാക്കിയതാണ് ബ്രസീൽ സമനിലയിൽ ഒതുങ്ങാൻ കാരണം. മറ്റൊരു മത്സരത്തിൽ കൊളംബിയ ഇക്വഡോറിനെ നേരിടും. സ്പോർട്സ് ഡെസ്ക് 24.